ഉണ്ണിമുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ മാർക്കോ എന്ന സിനിമ റിലീസ് ചെയ്ത ശേഷം ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് നേടാൻ പോകുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണ് ചിത്രം ഇന്ന് നേടാൻ പോകുന്നത്. ഹിന്ദി ചിത്രങ്ങളായ കില്ലിനും ആനിമലിനും ശേഷം നോർത്ത് ഇന്ത്യയിൽ തരംഗമാവുകയാണ് ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ. ഹിന്ദി ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ മാത്രം ഏകദേശം 10-15 കൂടി പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് മാത്രം 138 ഷോകളാണ് കളിച്ചിരിക്കുന്നത്. ഓഡിയൻസായി ഹിന്ദിയിൽ മാത്രം ട്രാക്ക് ചെയ്തിരിക്കുന്നത് 3210 പേരാണ്. കൂടാതെ ഇന്നത്തെ ഇതുവരെയുള്ള ഹിന്ദി ഗ്രോസ് എന്ന് പറയുന്നത്, ട്രാക്കഡ് ഗ്രോസ് എന്ന് പറയുന്നത് 7 ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പോക്ക് പോകുകയാണെങ്കിൽ ചിത്രം ഇന്ന് എന്തായാലും നോർത്ത് ഇന്ത്യൻ സൈഡിൽ മാത്രം 15 ലക്ഷത്തിന് മുകളിൽ സ്വന്തമാക്കുമെന്ന് ഉറപ്പാണ്. മാർക്കോ റിലീസ് ചെയ്ത ആദ്യ ദിവസം ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് സ്വന്തമാക്കിയത് വെറും 20,000 രൂപ മാത്രമായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയ ആ ഒരു ബോക്സ് ഓഫീസ് വേട്ട ഇന്ന് കത്തി ലക്ഷങ്ങൾ കടന്ന് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് കുതിക്കുകയാണ്. പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് വിറ്റുപോയ ടിക്കറ്റുകളുടെ എണ്ണമെന്ന് പറയുന്നത് 13,317 മുകളിലുള്ള ടിക്കറ്റുകളാണ്. മലയാള സിനിമകളിൽ ഹിന്ദി വേഷം ഇറക്കി ഏറ്റവും അധികം കളക്ഷൻ നേടിയത് ഇതുവരെ പൃഥ്വിരാജ് ചിത്രമായ ഗോട്ട് ലൈഫ് ആയിരുന്നു. 42 ലക്ഷം രൂപയായിരുന്നു ആ ചിത്രം ഹിന്ദി പതിപ്പിലൂടെ നേടിയത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഉണ്ണിമുകുന്ദന്റെ മാർക്കോ ആ ഒരു നേട്ടം ഇപ്പോൾ മറികടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതായത് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് മാത്രം 42 ലക്ഷത്തിന് മുകളിൽ നേടാൻ പോകുകയാണ് ഇന്ന്. ഹയസ്റ്റ് ഗ്രോസിൻ മലയാളം മൂവീസ് ഹിന്ദി വേഷം നോക്കുമ്പോൾ മമ്മൂക്കയുടെ മാമാങ്കം 16 ലക്ഷം രൂപ, കിങ് ഓഫ് കൊത്ത 23 ലക്ഷം രൂപ, ലാലേട്ടന്റെ മരക്കാർ 31 ലക്ഷം രൂപ, പൃഥ്വിരാജിന്റെ ആടുജീവിതം 42 ലക്ഷം. ഇതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ മുമ്പിലെത്തിയിരിക്കുന്നത്. മാർക്കോയുടെ 8ാം ദിവസമായി ഇന്നും മികച്ചൊരു ബുക്കിംഗ് സ്റ്റാറ്റസ് തന്നെയാണ് ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിൻ്റെതായി ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോകുന്നത് 5000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഇന്നും ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്നും മികച്ചൊരു കളക്ഷൻ നേടാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ മാർക്കോ എന്ന സിനിമ വീഡിയോ കാണുന്ന ആരൊക്കെയാണ് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ 30,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അതാകും. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.